ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൻ്റെ പഠനത്തിനായി നമുക്ക് പിന്നെയും ഒരുമിച്ച് കൂടിയിരുവാനായിട്ട് കർത്താവ് ഇടയാക്കി. നമുക്കത് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവം വിവരിക്കാം. രാവിലെ നാം ചിന്തിച്ചതായിരിക്കുന്ന ഭാഗത്തിൻ്റെ തുടർച്ചയായി ആ കാര്യങ്ങൾ പറഞ്ഞ് താൽക്കാലികമായി ഇവിടെ ആ സെഷൻ സമാപിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും തലമുറകളിലേക്ക് ദൈവികമായ വിശ്വാസവും ഭക്തിയും വിശുദ്ധിയും ഒക്കെ പകരപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യകതയാണ് നാം ചിന്തിച്ചത്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പഴയ നിയമം മുഴുവൻ ദൈവം അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു. ആ നിലയിൽ ദൈവം അറിയപ്പെട്ടു. അതിൻ്റെ പിന്നിലുള്ള മറ്റൊരാശയം നാം ചിന്തിച്ചത് അബ്രഹാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കാതെ തലമുറകളിലേക്ക് ദൈവിക സാന്നിധ്യം പകരുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതിനാവശ്യമായിരിക്കുന്ന ചില പ്രാരംഭ ചിന്തകളാണ് നാം രാവിലെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത്. 128 സങ്കീർത്തനത്തിലാണ് നാം അവസാനം വന്ന് നിന്ന്. ആ 128 സങ്കീർത്തനത്തിൽ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം മുൻപോട്ട് കുടുംബങ്ങളായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ വിശ്വാസം അല്ലെങ്കിൽ ആ ദൈവഭക്തി മറ്റുള്ളവരിലേക്ക് പകരുവാൻ ആവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തി. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്താൽ അല്ലെങ്കിൽ ദൈവ കേന്ദ്രീകൃതമായി നിൽക്കുന്ന കുടുംബത്തിലുള്ള സകല ആളുകളും ഒരുപോലെ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനാവശ്യമായിരിക്കുന്ന ഒരു ആത്മീക അന്തരീക്ഷം ഒരുക്കി കൊടുക്കുവാനായിട്ട് കുടുംബനാഥന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യമാണ് നാം ചിന്തിച്ചത്. ഏതൊരു കുടുംബത്തോട് ബന്ധപ്പെട്ടും കുടുംബനാഥന്, പുരുഷന് വലിയ ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുകയാണ്. ആ പുരുഷന്റെ ഉത്തരവാദിത്തമാണ് തലമുറയെ ദൈവവചനം പഠിപ്പിക്കുക, ദൈവത്തിന്റെ കൽപ്പനകളെ പഠിപ്പിക്കുക, ദൈവിക ഡിസിപ്ലിൻസ് ആ കുടുംബത്തിൽ നാഥനായി നിന്ന് ഒരു ലീഡറായി നിന്ന് തലമുറകളെ ആ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളത് നാം ചിന്തിച്ചു. അങ്ങനെ ഒരു അന്തരീക്ഷം ആ ഭവനത്തിൽ ഒരുങ്ങുമ്പോൾ അതെത്ര വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് 2-ാം വാക്യത്തിൽ നിന്ന് നാം ചിന്തിച്ചു. ദൈവം നമ്മുടെ അധ്വാനത്തിന്റെ മേൽ ദൃഷ്ടി വയ്ക്കുകയും അത് നമുക്ക് അനുഗ്രഹമാക്കി തരികയും ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ഹൃദയത്തിന് അത് വലിയ സന്തോഷം നൽകുകയും നമ്മുടെ വിചാരങ്ങളുടെ മേൽ ദൈവം ശ്രദ്ധിക്കുകയും സന്തോഷത്തിന്റെ ഒരനുഭവം നമുക്ക് നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ നന്മ കണ്ടെത്തുവാൻ, നന്മ അനുഭവിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും എന്നുള്ള ഭാഗം വരെയാണ് നാം ചിന്തിച്ച് വന്നത്. മുമ്പോട്ടുള്ള വാക്യങ്ങൾ കൂടെ ചിന്തിച്ച് നമുക്ക് ഈ ക്ലാസ് പ്രാവശ്യം കൂടെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആത്മീക കുടുംബം, അതിൻ്റെ മുൻനിരയിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് ഉത്തരവാദിത്തോടുകൂടെ നിന്ന് മുൻപോട്ട് പോകേണ്ടതാണെന്ന് ദൈവവചനം പഠിപ്പിക്കുകയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. പിശാച് പുരുഷന്മാരുടെ പുറകെയാണ്. പറഞ്ഞാൽ മനസ്സിലായി കാണാൻ വിചാരിക്കുകയാണ്. പുരുഷനാണ് ആ കുടുംബത്തിന്റെ നേതൃത്വം വഹിച്ച് ആ കുടുംബത്തെ ദൈവികമായ വഴികളിൽ നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പിശാചും പുരുഷന്മാരുടെ പുറകെ അവരെ തെറ്റിക്കാനായിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്. അവർ തെറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സകല താളവും തെറ്റും, ആത്മീയമായ സകല താളവും തെറ്റും. അത് പിശാചിന് ശരിക്കറിയാം. അപ്പോ ആ ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യനെ, അവനൊരു പിതാവിന്റെ സ്ഥാനമായിരിക്കാം, ഒരു ഭർത്താവിന്റെ സ്ഥാനമായിരിക്കാം, ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവനെ ആ ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് പിശാച് പലപ്പോഴും ശ്രമിക്കും.
പല കുടുംബങ്ങളിലും സംഭവിക്കുന്നതും അങ്ങനെയാണ്. മക്കൾ ജനിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ ജനിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നു. മക്കളെ സ്നേഹിച്ച് അനുശാസനത്തിൽ ദൈവികമായിരിക്കുന്ന വഴികളിൽ നടത്തുവന്നതിൽ നിന്ന് പിശാച് പുരുഷന്മാരെ പലപ്പോഴും മാറ്റി നിർത്തുകയാണ്. വേദപുസ്തകത്തിന് ഉദാഹരണമുണ്ട്, അതെല്ലാം വിശദീകരിക്കാനുള്ള സമയമില്ല. ഏലി പരാജയപ്പെട്ട മേഖലയും അത് തന്നെയാണ്. ഏലി പുരോഹിതനായിരുന്നു, ഏലിയുടെ മക്കളും അതേ സ്ഥാനത്ത് തന്നെയാണെങ്കിലും ഏലിക്ക് ഏലിയുടെ മക്കളെ ക്രമീകരിക്കാൻ പറ്റിയില്ല. ഏലിയുടെ മക്കള് ദൈവഹിതത്തിനും ദൈവികമായ വ്യവസ്ഥകൾക്കൊക്കെ വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ ആളുകൾ വന്ന് കംപ്ലൈന്റ് ചെയ്തു ഏലിയോട്. അപ്പോൾ ഏലി മക്കളെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഏലി മക്കളെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യം, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നു, അത് മോശമാണ്. ഏലി പറയുന്നത് മറ്റുള്ളവർ അവരെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ഏലിയുടെ പ്രശ്നം. എന്നാൽ ഏലിയെ തിരിച്ചറിയുകയല്ല. ഏലിയെ നേരത്തെ തിരിച്ചറിയേണ്ടതാണ്, എന്റെ മക്കൾ ദൈവവചന പ്രകാരമുള്ള നിലയിലല്ല കാര്യങ്ങൾ, ആത്മീയ നിലവാരത്തിലല്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ വായിക്കുന്നുണ്ട് ആ വാക്യം. ഏലി അവരെ എന്ത് ചെയ്തില്ല? ശാസിച്ച് അമർത്തിയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ഒരു പിതാവെന്നുള്ള നിലയിൽ ഏലിക്ക് വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വത്തിൽ ഏലി പരാജയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പിശാച് അന്നും ഇന്നും അധിക പങ്കും കുടുംബത്തിന് ആത്മീകമായിരിക്കുന്ന നേതൃത്വം വഹിക്കുന്ന എന്നെയും നിങ്ങളെയും, അഥവാ പുരുഷന്മാരായിരിക്കുന്ന ദൈവഭക്തന്മാരെ ആ ചിത്രത്തിൽ നിന്ന് മാറ്റിക്കളയുവാനുള്ള വലിയ ശ്രമമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്ല മറിച്ച് വാസ്തവത്തിൽ അങ്ങനെ ഒരു ആത്മീക അന്തരീക്ഷം നാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നാം ശ്രമിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ടും തീരും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി നാം അതിന്റെ 3-ാമത്തെ വാക്യം വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നാം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും എന്നാണ് നാം വായിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് 3 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു മുന്തിരിവള്ളിയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെയൊക്കെ പല വീടുകളിലും, നമ്മൾ പണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ അത് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് പല വീടുകളിലുമൊക്കെ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കിട്ടാനൊക്കെയാണ് നട്ടുവെക്കുന്നത്. ചിലപ്പോൾ അതൊരു ഷോയ്ക്കായിട്ടൊക്കെ നമ്മൾ അതിന്റെ പ്ലാന്റൊക്കെ ചെയ്യാറുണ്ട്. ആ മുന്തിരിവള്ളിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, അത് സ്വയമായി തന്നെ നിൽക്കുന്ന ഒരു ചെടിയല്ല. ആ മുന്തിരിവള്ളി നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാമല്ലോ, നമ്മള് എന്താ പറയാ, പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ വിട്ടിട്ട് എന്താ ചെയ്യുന്നത്, അതിന് പിന്നെ ഒരു എക്സ്ട്രാ പന്തലൊക്കെ നമ്മൾ കയറൊക്കെ വലിച്ചു കെട്ടി കൊടുത്ത് അതേ കൂടിയാണ് ഇതിന് കയറ്റി വിടുന്നത്. ഇതുപോലെ തന്നെ മുന്തിരിവള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ആ മുന്തിരിവള്ളി അതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന വൃക്ഷം ഏത് തന്നെ ആയിക്കോട്ടെ, ആ വൃക്ഷത്തോട് ചേർന്ന് തൂങ്ങിക്കിടക്കുന്ന ഒന്നാണ്, അതിനോട് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒന്നാണ് മുന്തിരിവള്ളി. അപ്പോ ദൈവകേന്ദ്രീകൃതമായിരിക്കുന്ന കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ നായകനായി ആ പുരുഷൻ ഒരു ആത്മീക അന്തരീക്ഷം അവിടെ ഒരുക്കി കൊടുക്കുകയും ആ ആത്മീക അന്തരീക്ഷത്തിൽ ആ കുടുംബത്തിന്റെ നാഥയായിരിക്കുന്ന സ്ത്രീ, ഭാര്യ, ആ ഭാര്യയുടേതായിരിക്കുന്ന ഉത്തരവാദിത്തം താഴേക്ക് സങ്കീർത്തനക്കാരൻ വിവരിക്കുകയാണ്. അതിൽ 1-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ആ ഭാര്യയായിരിക്കുന്ന സ്ത്രീ പുരുഷനോട് പറ്റിച്ചേർന്ന് കിടന്ന്, കേവലം പറ്റിച്ചേർന്ന് കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ മുന്തിരിവള്ളി വൃക്ഷത്തോട് പറ്റിച്ചേർന്ന് അറ്റാച്ചായി അങ്ങനെ നിൽക്കുകയല്ല ചെയ്യുന്നത്, ആ മുന്തിരിച്ചെടി അതിൽ വളർന്ന് കയറുകയാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു ചെടി അതിനോട് ഏത് വൃക്ഷം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നോ ആ വൃക്ഷത്തോട് പറ്റിച്ചേർന്ന് ആ ആത്മീക അന്തരീക്ഷത്തിൽ ആ സ്ത്രീ, ആ ഭാര്യ ആത്മീകമായി വളരേണ്ട ആവശ്യം. അപ്പോ ആത്മീക അന്തരീക്ഷം പുരുഷൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനോട് ചേർന്ന് ആ സ്ത്രീ വളരുമ്പോൾ, വളർച്ച സംഭവിക്കുമ്പോൾ നടക്കുന്ന കാര്യം എന്താണ്? ആ സ്ത്രീ ഒരു ഉത്തമയായിരിക്കുന്ന ഭാര്യ എന്നുള്ള സ്ഥാനത്തേക്ക് അനുദിനം
വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല, മറിച്ച് ആത്മീക അന്തരീക്ഷത്തിൽ ആത്മീകനായിരിക്കുന്ന ഭർത്താവിനോട് ചേർന്ന് ദൈവത്തിൽ കേന്ദ്രീകൃതമായി ആ കുടുംബം മുൻപോട്ട് പോകുമ്പോൾ അവൾക്കുള്ള ശക്തിയും അവൾക്കുള്ള കഴിവും അവൾക്കുള്ള സാധ്യതകളും എല്ലാം ഉപയോഗിച്ച് അത് പുരുഷനോട് ചേർന്ന് നിന്ന് വളർന്ന് പന്തലിക്കുന്ന, വളരുന്ന ഒരു ഉത്തമയായ രൂപപ്പെടുന്ന സ്ത്രീയായിട്ട് മാറ്റപ്പെടുന്നു. അതാണ് സംഭവിക്കുന്നത്. വർഷങ്ങളായിട്ടും സ്വഭാവ രൂപീകരണം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ ഒരു പരാജയം ഒന്നെങ്കിൽ ഈ ആത്മീകനായിരിക്കുന്ന ഭർത്താവിനോട് ചേർന്നല്ല കാര്യങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ പുരുഷൻ ആര് തന്നെയായാലും അങ്ങനെ ഒരു ആത്മീക അന്തരീക്ഷം ആ കുടുംബത്തിൽ നൽകി കൊടുക്കാൻ, ഒരുക്കി കൊടുക്കാൻ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആത്മീയനായിരിക്കുന്ന ഒരുവൻ അവൻ ദൈവകേന്ദ്രീകൃതമായിട്ട് കുടുംബത്തെ നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അന്തരീക്ഷത്തിൽ ആ സ്ത്രീക്ക് അവനോട് ചേർന്ന് വളരാൻ കഴിയും. ആ വളർച്ചയുടെ പ്രതിഫലനങ്ങളാണ് അവളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന രൂപാന്തരം, മാറ്റങ്ങൾ. മാത്രമല്ല, മൂന്നാമതായിട്ട് നാം വായിക്കുന്നത് അതേ വാക്യത്തിൽ തന്നെ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഈ പുരുഷനോട് ചേർന്ന് പറ്റിച്ചേർന്ന് അവളുടെ കഴിവുകളും സാധ്യതകളും എല്ലാം ഉപയോഗിച്ച് അവൾ വളരുന്നതൊപ്പം തന്നെ അവൾ ഒരു ഫലം നൽകുന്ന ഉത്തമയായ വീട്ടമ്മയായി അല്ലെങ്കിൽ ഭാര്യയായി, സ്ത്രീയായി രൂപപ്പെടുകയാണ്. എന്താണ് ഫലം? അവളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന ഫലം എന്ന് പറയുന്നത്, മുന്തിരിവള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മുന്തിരിയിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീഞ്ഞ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ആ വീഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. 104 സങ്കീർത്തനം 15 വാക്യം നമുക്കൊന്ന് വായിക്കാം. 104 സങ്കീർത്തനം 15 വാക്യം. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. വീഞ്ഞിന്റെ ഒരു ക്വാളിറ്റി അവിടെ പറയുന്നത്. ആരെയും വീഞ്ഞ് കുടിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുകയല്ല. ശരിയായ വീഞ്ഞ് അത് ആൽക്കഹോളിക് അല്ല, മുന്തിരി ചക്കിലിട്ട് എടുക്കുന്നതായിരിക്കുന്ന സാധനം. നമ്മൾ പറയുന്നതായിരിക്കുന്ന പലപ്പോഴും കിട്ടുന്ന വീഞ്ഞൊക്കെ അത് മിക്സിംഗ് ആണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരിയായ മുന്തിരിയുടെ വീഞ്ഞ് എന്ന് പറയുന്നത് ആൽക്കഹോളിക് അല്ല ഒരിക്കലും. പക്ഷെ അതിന് അതിൻ്റെതായിരിക്കുന്ന ഇൻടോക്സിക്കേഷൻ ഉണ്ട്, അതിൻ്റെതായ ലഹരിയും. ആ വീഞ്ഞ് പോലും നമ്മളൊരു പരിധിയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലഹരിയുണ്ട്. അപ്പോ ഈ വീഞ്ഞിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ആശയം പറയാൻ വേണ്ടിയാണ് ആ വാക്യത്തിലേക്ക് പോയത്. അതെന്താ ചെയ്യുന്നത്? ആ വീഞ്ഞ് കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നതാണ് ഈ വീഞ്ഞ്. അപ്പൊ ഫലപ്രദമായ മുന്തിരിവള്ളിയായി ഒരു സ്ത്രീ അനുദിനം രൂപപ്പെട്ട് സ്വഭാവ രൂപീകരണമുണ്ടായി, ആത്മീക രൂപീകരണമുണ്ടായി, ഭർത്താവിനോട് ചേർന്ന് അത് വളർന്നു കഴിയുമ്പോൾ ആ സ്ത്രീയിൽ നിന്ന് ലഭ്യമാകുന്ന വീഞ്ഞ് അത് അവളുടെ സ്വഭാവമാണ്, അവളുടെ ശുശ്രൂഷകളാണ്. ആ ശുശ്രൂഷകളും സ്വഭാവങ്ങളും അതെന്ത് നൽകുന്നതാണ്? സന്തോഷം നൽകുന്നതാണ്. കുടുംബത്തിന് സന്തോഷം നൽകുന്ന ആ വീഞ്ഞ് കുടിക്കുന്ന ഏത് മനുഷ്യനും അത് ആനന്ദം നൽകുന്ന ഒന്നായി മാറും, അല്ലെങ്കിൽ അത് ആനന്ദത്തിന് കാരണമായി തീരുകയാണ്. ഒരു ദൈവിക കുടുംബത്തിൽ, ദൈവത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തിൽ എല്ലാവരും ഫലകരമായി തീരുകയാണ്. ഭർത്താവ് ഫലകരമായി തീരുന്നു, ഭാര്യ ഫലകരമായി തീരുന്നു. ആ കർത്താവിനോട് ചേർന്ന് കേന്ദ്രീകൃതമായി ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്ന ആത്മീക അന്തരീക്ഷത്തിൽ വളരുന്ന ആ കുടുംബത്തിലെ സകല ആളുകളും ഫലകരമായ ഒരു ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് നാം പറയുന്നത്. ഈ വീഞ്ഞ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിയ ആനന്ദം ദൈവഭക്തയായിരിക്കുന്ന ഭാര്യ, ദൈവഭക്തയായിരിക്കുന്ന സ്ത്രീയോടുകൂടെ വസിക്കുന്ന, അത് അനുദിനം ആ പുറപ്പെടുന്നതായിരിക്കുന്ന നല്ല സ്വഭാവങ്ങളായിരിക്കുന്ന വീഞ്ഞിനെ
ഭക്ഷിക്കുമ്പോൾ, അതിനെ കുടിക്കുമ്പോൾ ആ മനുഷ്യർ അതിന്റെ അടിമയായിട്ട് ആ ലഹരി അവനെ സന്തോഷിപ്പിക്കുകയാണ്. അതെന്ത് ചെയ്യിക്കുന്നു? അവന്റെ ചിന്തകൾക്ക് വ്യത്യാസം വരുത്തുന്നു. നമുക്കറിയാം, സാധാരണ വീഞ്ഞ് കുടിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ആ വീഞ്ഞിന്റെ ലഹരി അവന്റെ തലച്ചോറിലേക്ക് വ്യാപിച്ചു കഴിയുമ്പോൾ അവന്റെ ചിന്തകൾക്ക് വ്യത്യാസം വരുന്നുണ്ടല്ലേ, അവന്റെ പ്രവർത്തികൾക്ക് വ്യത്യാസം വരും. അപ്പോൾ അവനും വീണ്ടും വീണ്ടും ഈ സന്തോഷത്തിൻ്റെതായിരിക്കുന്ന ലഹരിയാൽ, ഈ സ്നേഹത്തിന്റെ ലഹരിയാൽ, ഈ നല്ല ശുശ്രൂഷയുടെ ലഹരിയാൽ അവന്റെ ജീവിതത്തിലും വലിയ നന്മകൾ അവൻ അനുഭവിക്കുകയാണ്. അവന്റെ ചിന്തകൾ, അവന്റെ പ്രവർത്തികളൊക്കെ ആ ലഹരിക്ക് വിധേയപ്പെട്ട് അവന് വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഒരു ദൈവിക കുടുംബത്തിൽ സംഭവിക്കേണ്ട കാര്യമെന്നാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തിലെ അനുഭവങ്ങളിൽ അല്പം വ്യത്യാസമൊക്കെ ആയിരിക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ഭാര്യയായിട്ട്, ഉത്തമ സ്ത്രീയായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരും തീരണമെന്നുള്ളതാണ്. നിങ്ങളാരും അങ്ങനെ അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമുക്കറിയാം, പ്രായോഗിക ജീവിതത്തിൽ പല പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ട്. അതിനൊക്കെ മാറ്റം വരുവാൻ കൂടിയാണല്ലോ നാം ദൈവവചനം പഠിക്കുന്നത്. അപ്പോ ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ആത്മീക അന്തരീക്ഷത്തിൽ ഭർത്താവിൻ്റെതായിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫലമുണ്ട്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായിരിക്കുന്ന ഒരു ഫലം. അത് വളരെ രസം നൽകുന്നതാണ്, ലഹരി നൽകുന്നതാണ്, ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, നല്ല വീഞ്ഞ് നൽകുന്നതായിരിക്കുന്ന ഒരു സ്ത്രീയായി മാറുന്നു. നാം താഴോട്ട് വായിക്കാം, താഴോട്ട് പോകാം. ഒരുപാട് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സമയത്ത് നിൽക്കത്തില്ല കാര്യങ്ങൾ. ഇനി അതിന്റെ തൊട്ട് താഴത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് അടുത്തത് ആരെയാണ് നമ്മൾ കാണുന്നേ? 3-ാം വാക്യത്തിന്റെ 2-ാമത്തെ ലൈനിൽ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ഇനി മക്കളിലേക്ക് സങ്കീർത്തനക്കാരൻ വരുമ്പോൾ ഇവിടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു, അത് മുന്തിരി വള്ളിയാണ്, അത് ഫലം നൽകുന്നുണ്ട്, അതിന്റെ പ്രത്യേകത നാം ചിന്തിച്ചു. മക്കളിലേക്ക് വരുമ്പോൾ ഒലിവ് വൃക്ഷമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് തൈകളാണ്, ഒലിവ് തൈകളായിട്ടാണ് ആ കുടുംബത്തിലെ മക്കളെ സങ്കീർത്തനക്കാരൻ നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത്. ഞാനത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. നെറ്റിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ, ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ മതി. ഒരു ഒലിവ് തൈയുടെ പക്വതയായ വളർച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു ഒലിവ് തൈ എത്തുന്നത് ഏകദേശം 15 വർഷം കൊണ്ടാണെന്നാണ് ശാസ്ത്രീയമായിട്ട് ഗൂഗിൾ നമുക്ക് തരുന്നതായിരിക്കും ഉത്തരവാദിത്വം. ശാസ്ത്രീയമായിട്ട് അതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 15 വർഷം എടുക്കും ഒരു ഒലിവ് തൈ അതിന്റെ ഒരു പ്രൊഡക്ഷന്റെ ആ പീരീഡിലേക്ക് വളർന്നെത്താൻ. പിന്നീടുള്ളതാണ് അത്ഭുതകരം. ഏകദേശം 15 വർഷം കൊണ്ട് ഒരു ഫലം നൽകാൻ കഴിയുന്ന ഒരു തൈയായി മാറിക്കഴിഞ്ഞാൽ അതിന്റെ ആയുസ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ എഴുതിയിരിക്കുന്ന എത്രയാണെന്ന് അറിയാമോ? 300 മുതൽ 500 വരെ വർഷം. ഒരു ഒലിവ് തൈ, ഒരു ഒലിവ് മരം, അത് ഒരു 15 വർഷം കൊണ്ട് ഫലം നൽകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടർച്ചയായി എത്ര വർഷം വരെ ഫലം നൽകാമെന്നാണ്? ഏകദേശം 500 വർഷത്തോളം ആ ഒരു ഒലിവ് തൈയിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ അവർ അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചില ഒലിവ് തൈകളൊക്കെ സെഞ്ചുറിയോളം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും വർഷങ്ങളോളം അത് നിലനിൽക്കുന്ന ഒന്നാണ്. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒലിവ് തൈയുടെ ഒരു പ്രത്യേകത. ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ആദ്യമായിട്ട്, അല്ലെ? അത്ര വലിയ ജലപ്രളയം ഉണ്ടായതിനു ശേഷവും ആ പ്രദേശത്തുള്ള സകലതും നഷ്ടപ്പെട്ടപ്പോഴും നഷ്ടപ്പെടാതെ നിന്ന ഒരു വൃക്ഷം ഏതാണ്? ഒലിവ. നമ്മളതെങ്ങനെ മനസ്സിലാക്കിയേ? നോഹ പുറത്തുവിട്ട ആ പ്രാവ് വെള്ളമുണങ്ങി എന്നുള്ളതായിരിക്കുന്ന ഒരു തെളിവിന് വേണ്ടി പുറത്തു വിട്ടിട്ട് അത് മടങ്ങി വരുമ്പോൾ അതിന്റെ ചുണ്ടിലുണ്ടായിരുന്ന ഇലയെന്ന് പറയുന്നത് ഏതാണ്? ഒലിവിന്റെ ഇലയാണ്. ഞാൻ അതിവിടെ പറഞ്ഞതാണ്. അപ്പോ ആ വലിയ പ്രതിസന്ധിയുടെ നടുവിലും തളർന്നു പോകാതെ, നശിച്ചു പോകാതെ നിന്ന ഒരു വൃക്ഷം കേവലം ഏതാണ്? ഒലിവാണ്. ഞാനിപ്പോ അതിന്റെ മറുഭാഷയാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഒലിവ് തൈ അതിന് വേണ്ടുന്ന നിലയിലുള്ളായിരിക്കുന്ന പരിചരണം നൽകി അത് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന
അത് പിന്നെ ഏകദേശം 500 വർഷത്തോളം മിനിമം ഫലം നൽകുന്ന ഒരു വൃക്ഷമായി അത് തീരുകയാണ്. എന്താ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന പുതിയ തലമുറകളെ ദൈവത്തിന് ഫലം പുറപ്പെടുവിക്കുന്ന, സമൂഹത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവരെ പരിചരിച്ച്, ശുശ്രൂഷിച്ച്, ഡിസിപ്ലിൻ നൽകി, ദൈവവചനം പഠിപ്പിച്ച്, സാൻമാർഗികത പഠിപ്പിച്ച് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന തലമുറകൾ അവരെന്ത് ചെയ്യും? നിഷ്ഫലന്മാരായിരിക്കുകയില്ല. സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. വാർദ്ധക്യത്തിലും അവർ വാർദ്ധക്യത്തിലല്ല ഫലം കഴിക്കാൻ തുടങ്ങിയത്. വാർദ്ധക്യത്തിലും അവർ ഫലം എന്ന് പറഞ്ഞാൽ അവരുടെ യൗവന കാലഘട്ടത്തിൽ അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് തുടങ്ങി, ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ തുടങ്ങി, കുടുംബത്തിന് പ്രയോജനമുള്ളവരായിട്ട് അവർ ആരംഭിച്ചു, സമൂഹത്തിന് പ്രയോജനമുള്ളവരായിട്ട് അവർ തീർന്നു. ആ ഒരു ആരംഭം അവരുടെ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നിൽക്കുവാനിടയായിട്ട് തീരും. അപ്പോൾ ഈ പരിചരണം വളരെ ആവശ്യമാണ്. ഇനി ഈ പരിചരണത്തിന് പറ്റി ഏറ്റവും നല്ല സ്ഥലം ഏതാ? ഞാനൊന്നും പറയുന്നില്ല, സങ്കീർത്തനക്കാരന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോയാൽ മതി. ഏതാ? 3-ാം വാക്യത്തിൽ തന്നെയുണ്ട്. നിന്റെ മക്കൾ എവിടെയാ? നിന്റെ മേശയ്ക്ക് ചുറ്റും. അവിടെയാണ് ഈ പരിചരണം നടക്കേണ്ടത് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ ഒലിവ് തൈകളെ ശരിയായ നിലയിൽ വേണ്ടുന്നതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി, കറക്ഷൻ നൽകി, ഗൈഡൻസ് നൽകി, പ്രാർത്ഥിച്ച്, അനുഗ്രഹിച്ച് അവരെ കർത്താവിന്റെ വഴികളിൽ പരിചരിച്ചു വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം സങ്കീർത്തനക്കാരൻ പറഞ്ഞ എവിടെയാണ്? നിന്റെ മേശയാണ്. നമുക്കറിയാം, മേശ എന്ന് പറയുന്നതിന് ഒരു കൂട്ടായ്മയുടെ ചിത്രമാണ് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. ഇന്ന് എത്ര കുടുംബങ്ങളിൽ അങ്ങനെ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണ രീതി ഉണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. മക്കൾ പലരും വീട്ടിലില്ല, അതൊരു നമുക്കൊരു എക്സ്ക്യൂസാണ്. മക്കളില്ല പലരെ സംബന്ധിച്ച്, അടുത്തില്ല, ഓക്കെ, അവർ ജോലി ചെയ്യാം. ഇനി മക്കൾ ഉള്ളതായിരിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ, ആ മക്കളും അപ്പനും അമ്മയും ഒരുമിച്ച് മേശ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡൈനിങ് ടേബിൾ ഒന്നും വാങ്ങാൻ പോകേണ്ട ആവശ്യമില്ല. സങ്കീർത്തനക്കാരൻ അത് പറഞ്ഞിരിക്കുകയാണ് എന്റെ ആശയം. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന സമയത്താണ് ആ മക്കളെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആ സമയത്താണ് അപ്പന്റെ കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ പറഞ്ഞ് അവരെ നല്ല മാർഗം ഉപദേശിക്കുവാൻ, ഗൈഡ് ചെയ്യുവാനായിട്ട് കഴിയുന്ന രംഗം. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പലയിടത്തും മാറിപ്പോയി ആ സാഹചര്യങ്ങളൊക്കെ. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ യുഗം എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പന്റെ കയ്യിലും മൊബൈൽ, അമ്മയുടെ കയ്യിലും മൊബൈൽ, 5 മക്കളുണ്ട്, 5 മക്കളുടെ കയ്യിലും മൊബൈൽ എന്നുള്ള സ്ഥിതി വന്നതോടുകൂടെ ഇനി മേശയ്ക്ക് ചുറ്റും ഉണ്ടെങ്കിൽ പോലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, സംസാരമില്ല. നമ്മൾ അങ്ങനെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അത് നമുക്കെല്ലാവർക്കും നമ്മൾക്കറിയാം. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ ഒരു ദൈവിക കുടുംബത്തിൽ ഇതൊക്കെ വളരെ വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ്. വന്നില്ലെങ്കിൽ ഈ തലമുറകൾ അവരെ നമ്മൾ കണ്ണുനീര് ഒഴുക്കേണ്ടതായിരിക്കുന്ന അനുഭവത്തിലേക്ക് പോകുമെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് തിരുവെഴുത്ത് നമുക്ക് നൽകുന്നത്. എന്റെ മുന്നിൽ കുറെ കൊച്ചുമക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വളരെ സന്തോഷിച്ചു. ഒരുപാട് യുവാക്കന്മാർ ദൈവകൃപയാണ് എടക്കര സഭയിൽ ഇപ്പോഴും നമുക്കുണ്ട്. ഇനി ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. അവരുടെ മാതാപിതാക്കന്മാരെങ്കിലും ഈ സന്ദേശം, ദൈവത്തിന്റെ ആലോചനയെ ഏറ്റെടുത്താൽ വരുന്ന നാളുകളിൽ ആ കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ട് തീരും. അവരുടെ തലമുറകൾ കർത്താവ് വരുവാനായിട്ട് താമസിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സ്ഥലം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഒരുമിച്ചിരുന്ന് നടത്താനുള്ള കറക്ഷൻസ്, കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന ബലഹീനതകള്, കുറവുകള് ഒക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ആളുകളോട് എങ്ങനെ ഇടപെടണം, പ്രായമുള്ളവരോട് എങ്ങനെ ഇടപെടണം, അവര് സമൂഹത്തിൽ എങ്ങനെ, സ്കൂളിൽ എങ്ങനെ, ഹോസ്റ്റലിൽ എങ്ങനെ,
അയൽവാസികളോട് എങ്ങനെ, നമ്മൾ ആരാണ്, നമ്മളുടെ ഐഡന്റിറ്റി എന്താണ്, ഇതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് പറ്റിയ സമയവും സ്ഥലവും നമ്മുടെ ഭവനത്തിലെ തീന്മേശ തന്നെയാണ്. അതൊരു സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും കറക്ഷന്റെയും അനുഗ്രഹത്തിന്റെയും പ്രാർത്ഥനയുടെയും സ്ഥലമായി മാറിയാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുകയില്ല എന്നുള്ളത് തിരുവെഴുത്തമ്മയെ ഓർമ്മിക്കുകയാണ്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. എന്നിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവാഭക്തനായ പുരുഷൻ, 4-ാം വാക്യം, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും? അവൻ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് അവൻ ജീവിക്കുന്നു. തന്റെ കുടുംബത്തിൽ ഒരു ആത്മീക അന്തരീക്ഷം അവൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവനോട് ചേർന്ന് ദൈവത്തിൽ കേന്ദ്രീകൃതമായി, ദൈവത്തിൽ ആശ്രയിച്ച്, അവന്റെ ഭാര്യ അവനിൽ ആശ്രയിച്ച്, അവളുടെ കഴിവുകളൊക്കെ ദൈവത്തിനും ആ കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി അവൾ പ്രയോജനപ്പെടുത്തുന്നു. സദൃശവാക്യം 31-ാം അധ്യായം സഹോദരിമാരെല്ലാം ആവർത്തിച്ചു വായിക്കുന്നത് ആത്മീയ ജീവിതത്തിന് നല്ലതാണ്. ഉത്തമയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ എല്ലാ ഗുണഗണങ്ങളും ആ 31-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഭർത്താവിനോട് ചേർന്ന് നിന്ന്, ഭർത്താവിനെ ചുറ്റിപ്പറ്റി, ഭർത്താവിന് സന്തോഷം നൽകി ഒരു ലഹരിയായി മാറി അവന് തൃപ്തിയുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നൽകുന്ന കുടുംബം, അവർ ഒരുമിച്ച് മക്കളുമായി തീന്മേശയിൽ ഇരുന്ന് മക്കളെ കറക്റ്റ് ചെയ്യുന്ന, പ്രബോധനം നൽകുന്ന, അവരെ ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ആരാധിക്കുന്ന, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന അനുഗ്രഹീതമായ കുടുംബത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു പുരുഷൻ ഇങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീരും. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ് വേദപുസ്തകം നമ്മുടെ മുൻപാകെ കൊണ്ടുതരുന്നത് പ്രിയമുള്ളവരെ. അതിന്റെ താഴേക്ക് നമുക്ക് വായിക്കാം. ഇനി ഈ അനുഗ്രഹം വരുന്നത് എവിടുന്നാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എവിടുന്നാണ് ഈ അനുഗ്രഹം വരുന്നത്? യഹോവ സിയോനിൽ നിന്ന് നിന്നെ, ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഇത് മനസ്സിലാകുന്നത് ശരിക്കും ആർക്കാ? ഇത് ഇസ്രായേലിനാ മനസ്സിലാകുന്നത്. സിയോനിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ പ്രത്യേകത മനസ്സിലാകുന്നത് ഇസ്രായേൽ ദൈവമക്കൾക്ക്, ഇസ്രായേൽ ജനത്തിന് മുഴുവൻ സിയോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് വായിക്കാം. 84-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. സിയോന്റെ പ്രത്യേകത എന്താണ്? 84-ാം സങ്കീർത്തനം 7-ാം വാക്യം, അവർ മേൽക്കുമേ ബലം പ്രാപിക്കും, എല്ലാവരും സിയോനിൽ എത്തിച്ചേരും. പക്ഷെ ആ സിയോന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. എന്താ? അതെവിടെയാ? ആ സിയോൻ എന്ന് പറയുന്നത് ഒരു ഇസ്രായേൽ, ഒരു പുരുഷപ്രതി അല്ലെങ്കിൽ ഒരു ഇസ്രായേലിന്റെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ താല്പര്യവും ആഗ്രഹവും ലക്ഷ്യവും എല്ലാം എവിടെയാ? എങ്ങനെയെങ്കിലും സിയോനിൽ എത്തിച്ചേരണം. ആ സിയോനിലേക്കുള്ള യാത്രയിൽ അവർ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയാണ് 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. പക്ഷെ അവർ ആ കഷ്ടതകളെല്ലാം താണ്ടി അവർ ഒടുവിൽ എവിടെ ചെല്ലുന്നു? സിയോനിൽ ചെല്ലുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. എന്താ കാരണം? അവരെത്തിയിരിക്കുന്നത് എവിടെയാ? സിയോൻ എന്ന പട്ടണമാണെങ്കിലും അവിടെ എന്തുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവരെല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഇനി എബ്രായലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ 22-ാം വാക്യം. സിയോൻ പർവ്വതത്തെ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം, ഇസ്രായേലിനെ സംബന്ധിച്ച് യെരൂശലേം എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റലാണ്. അതിന് തന്നെ കൊടുത്തിരിക്കുന്ന പേരാണ് സിയോൻ. അപ്പോ ഇബ്രായലേഖനകാരൻ പുതിയ നിയമത്തിലുള്ള ദൈവത്തോട് പറയാണ്, പർവ്വതം, സിയോൻ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് അഥവാ യെരൂശലേമിലേക്ക്. അടുത്ത വായിച്ചോ. അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്ക്. 3 വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. സിയോൻ, പിന്നെ യെരൂശലേം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും. ഇനി നിങ്ങൾ പറ, ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
പറയുമ്പോൾ ദൈവത്തിൽ കേന്ദ്രീകൃതമായി നീ നിന്റെ ഭാര്യയോടും മക്കളോടും ചേർന്ന് ആ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ദൈവം നിന്നെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് മനസ്സിലാകും ദൈവ സാന്നിധ്യമുള്ള യെരൂശലേമായിരിക്കുന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയിൽ കൂടെ ദൈവം ആ കുടുംബങ്ങളെ എന്ത് ചെയ്യാൻ പോവാ? അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ്. അപ്പൊ ഇത് പഴയ നിയമത്തിലെ ആളുകൾക്ക് മാത്രമല്ല, പുതിയ നിയമത്തിലെ എബ്രായലേഖനകാരിൽ കൂടെ നാം അത് മനസ്സിലാക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ള സഭയിൽ കൂടെ ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് പോകുകയാണ്. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയാണ്, സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ചുരുക്കി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ദൈവസഭയിൽ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നിന്ന് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കും. മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കുവാൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നാം എത്തണം, ആ സിയോനിൽ നാം എത്തിച്ചേരണം, ആ വലിയ പർവ്വതത്തിന്റെ അടുക്കൽ യെരൂശലേമിൽ നാം എത്തിച്ചേരണം, ആ വിശുദ്ധന്മാരുടെ സർവ്വസംഘമായിരിക്കുന്ന സഭയിൽ നാം എത്തിച്ചേരണം. അവിടേക്ക് നമ്മൾ എങ്ങനെയാ ചെല്ലണ്ടേ? ഞാൻ ഒറ്റയ്ക്കാണോ ചെല്ലണ്ടേ? ഞാൻ ഒറ്റയ്ക്കല്ല ചെല്ലേണ്ടത്. അതാണ് സങ്കീർത്തനക്കാരൻ ആരംഭം മുതൽ വിവരിക്കുന്നത്. യെശയ്യാപ്രവചനത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് ഒരു പ്രവാചകൻ പറയുന്നുണ്ട്. നമുക്കിത് പറയാനായിട്ട് കഴിയുമോ? കുടുംബമായിട്ട് നാം ദൈവസന്നിധിയിലേക്ക് എത്തണം. ഞാനിങ്ങനെ പറയട്ടെ, ദൈവവചനത്തിന്റെ പഠനത്തിനായാലും യൂത്ത് മീറ്റിംഗിനായാലും നാം ആരാധനയ്ക്കായാലും കോട്ടേജ് മീറ്റിംഗിനായാലും ഏതെല്ലാം നിലയിൽ നമുക്ക് നമ്മുടെ തലമുറകളുമായിട്ട് പങ്കെടുക്കുവാൻ സാധിക്കുമോ മാക്സിമം നാം അത് യൂസ് ചെയ്യും. ഒരുമിച്ച് ആരാധിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് കൂട്ടായ്മ ബന്ധം ആചരിക്കണം, ഒരുമിച്ച് ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യണം. അങ്ങനെ ഒരുമിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ നാം വിശ്വസിക്കുന്ന ആ വലിയ സത്യം അത് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരുകയില്ല. പലപ്പോഴും മാതാപിതാക്കന്മാർ തന്നെയാണ് തലമുറകളെ അകറ്റി നിർത്തുന്നത്. നാം തന്നെ അവരുടെ മുൻപാകെ പല എക്സ്ക്യൂസും പറയും. ഒന്നെങ്കിൽ അവൻ യാത്ര ചെയ്ത് വന്നതേ ഉള്ളൂ, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അവൻ ഉറങ്ങുവാണ്, അല്ലെങ്കിൽ അവന് പഠിക്കാറുണ്ട്, അവന് പരീക്ഷയുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. മാതാപിതാക്കന്മാർ തന്നെ മക്കളുടെ മുൻപിൽ അവർക്ക് എക്സ്ക്യൂസ് കൊടുത്തിട്ട് അവരെ മടിയരാക്കി ഭവനത്തിലിരുത്തുകയാണ്. ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കൾക്ക് പല എക്സ്ക്യൂസ് പറയാനായിട്ട് കാണും, സ്വാഭാവികമാണ്. അവർക്ക് പല ജോലികളും അവർ തന്നെ കണ്ടെത്തും. മീറ്റിങ്ങിന് പോകാതിരിക്കാനായിട്ടുള്ള ജോലികൾ അവർ കണ്ടെത്തും. പക്ഷേ അത് നാം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. അവർ പറയുന്ന ജോലി എത്ര സീരിയസ് ഉള്ളതാണെന്ന് നാം തിരിച്ചറിയണം. അത് വളരെ അത്യാവശ്യമുള്ളതാണോ എന്ന് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അലോ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ നിർബന്ധത്താലാണെങ്കിലും അവരെ ചേർത്ത് ദൈവസന്നിധിയിലേക്ക് വരണം. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തെ ദൈവ സാന്നിധ്യം കൊണ്ടും ആ സന്നിധിയിൽ നിന്നും ദൈവം അനുഗ്രഹിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ആ സിയോനെ കുറിച്ചുള്ള കാര്യം നാം കണ്ടു. അങ്ങനെ ഒരുമിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവാനുഗ്രഹം നമ്മിലേക്ക് ചൊരിയുകയാണ്. ഇനി 5-ാം വാക്യം നാം വായിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ, ശരിക്കു പറഞ്ഞാൽ ഈ നമ്മൾ ചിന്തിച്ചു വന്നതും അവിടെ എഴുതിയിരിക്കുന്നതും അനുസരിച്ച് ഈ നന്മയെ കാണാൻ യോഗ്യനാരാണ്? ഇങ്ങനെ ആ വാക്യം വരണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, നിനക്കും നിന്റെ കുടുംബത്തിനും അതിന്റെ നന്മയെ കാണാൻ കഴിയുമെന്ന് അവിടെ വരേണ്ടത്. പക്ഷേ ആ വാക്യം എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നീ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിന്റെ ആയുഷ്കാലമൊക്കെയും നീ ആരുടെ നന്മയെ കാണുമെന്നാണ്? യെരൂശലേമിന്റെ നന്മയെ കാണുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അതിന്റെ കാരണം? ഈ ദൈവജനത്തെ സംബന്ധിച്ച് അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് ഈ സിയോനിലാണ്, യെരൂശലേമിലാണ് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്ന, അവർ പ്രവർത്തിക്കുന്ന, അവർ ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുന്ന ഒരു സമൂഹമാണ് യെരൂശലേം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു ദൈവ പൈതൽ കേവലം ഈ സഭാബോളിന് അതിന്റെ അകത്ത് മാത്രമല്ല, പിന്നെയോ
നാം ജീവിക്കുന്ന ഇടക്കര, മുണ്ട, പാലാട്, പാലേമാട്, ഏതാ നമ്മുടെയൊക്കെ സ്ഥലത്തെ ചേർത്ത് ചിന്തിച്ചാൽ മതി. അവിടെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞാൻ ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്നത്. ഒരാത്മീക അന്തരീക്ഷം കുടുംബത്തിലുണ്ടാക്കി ഭാര്യയും മക്കളും അപ്പനും മാതാപിതാക്കന്മാരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെതായിരിക്കുന്ന സഭയിൽ കൂടെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ആ അനുഗ്രഹം അത് ഇമ്പാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അനുഗ്രഹം അത് സ്പ്രെഡ് ആകുന്നത്, പ്രതിഫലിക്കുന്നത് എവിടെയാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എവിടെയാ? സമൂഹത്തിൽ അത് പ്രതിഫലിക്കും. ഞാൻ പാർക്കുന്ന ചുറ്റുപാടും ഞാൻ ഇടപെടുന്ന മനുഷ്യരുടെ മധ്യത്തിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്കും എന്റെ കുടുംബത്തിനും ലഭിക്കുന്നത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയാണ്. അപ്പൊ ആ ദേശത്തിന് അനുഗ്രഹം ഉണ്ടാകുകയാണ്, ആ പഞ്ചായത്തിന് അനുഗ്രഹം ഉണ്ടാകുകയാണ്, ആ ഒരു ഗ്രാമത്തിന് അനുഗ്രഹം ഉണ്ടാകുകയാണ്. നമ്മോട് ഇടപെടുന്ന, നാം പാർക്കുന്ന ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നമ്മുടെ ദൈവഭക്തി ഒരു അനുഗ്രഹമായി തീരുകയും ആ ദേശത്തിന് രൂപാന്തരം വരികയും ചെയ്യും. ഇതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാത്രമല്ല അനുഗ്രഹം, നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നത് മുഖാന്തരം നാം പാർക്കുന്ന ദേശത്തിന് അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവരെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നല്ല, പിന്നെയോ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആ ദേശത്തിന് വലിയ മാറ്റം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. നമുക്കറിയാം, ചരിത്രത്തിലേക്ക് നാം പോയാൽ നമ്മുടെ കേരളമാകട്ടെ, നമ്മുടെ ഇന്ത്യ ആകട്ടെ, എവിടെയെല്ലാം അനുഗ്രഹങ്ങളും വികസനങ്ങളും വിദ്യാഭ്യാസവും ഉണ്ടായോ അതെല്ലാം എന്തിന്റെ പേരിലാണ്? ആരംഭകാല മിഷണറി പ്രവർത്തകര് ഈ ദേശങ്ങളിലൊക്കെ കടന്നു വന്ന് അവരുടെ പ്രാണൻ നൽകി, അവരുടെ രക്തം നൽകി സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടും സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചതുകൊണ്ടുമാണ് ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് ഇന്ത്യയിൽ നാം കേരളക്കാർ. ഒരു മാറ്റവുമില്ല. ആ സുവിശേഷത്തെ അതുപോലെ നാം സ്വീകരിച്ചു. അതിനുവേണ്ടി നമ്മുടെ പിതാക്കന്മാർ അവരുടെ ഭവനങ്ങൾ വിട്ടു, കുടുംബങ്ങളെ വിട്ടു, മക്കളെ തള്ളിക്കളഞ്ഞു. അവർക്ക് ലഭിക്കാമായിരുന്ന പലതും നഷ്ടപ്പെടുത്തി ഈ കർത്താവിനെ അവർ വിശ്വസിച്ച് ആ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് തലമുറകളിലേക്ക് ആ അനുഗ്രഹം പകരപ്പെട്ടു. അതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. എന്നാൽ നമ്മുടെ തലമുറകൾ വരുമ്പോ എന്താണ് അവർക്ക് കൈമുതലായിട്ടുള്ളത്? നമ്മുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും മക്കളെ അവിടെയും ഇവിടേക്ക് വിട്ട് കുറെ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ, പ്രിയമുള്ളവരെ, തിരുവെടുത്ത് പറയുന്നത് അത് വേണ്ടതെന്ന് പറയുന്നില്ല. അതല്ല ദൈവത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. നമ്മുടെ തലമുറകളെ ഇവിടെ നാം വാർത്തെടുത്ത് അവർ പുറത്തോട്ട് പോകട്ടെ, ജോലി ചെയ്യട്ടെ. അവർ എവിടെയായിരുന്നാലും ദൈവരാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ള വ്യക്തികളായിട്ട് രൂപപ്പെടണം. ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒറ്റ ചോദ്യം: സോദോമും ഗൊമോറയും നശിച്ചു പോകാനുള്ള കാരണമല്ല. നമുക്ക് ഉത്തരവിടല്ലേ? അവിടുത്തെ ആബാല വൃദ്ധ മനുഷ്യർ എന്തായിരുന്നു? അസന്മാർഗികളായിരുന്നു, പാപികളായിരുന്നു. അതാണ് നമുക്കുള്ള ഉത്തരം. വേദോസ്തം പറയുന്നു. എന്നാൽ ദൈവം ഒരു ചാൻസ് കൊടുത്താൽ അബ്രഹാം ദൈവവുമായിട്ടൊരു മധ്യസ്ഥത നടത്തി. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, 50 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കും. ദൈവം പറഞ്ഞു നശിപ്പിക്കുകയാണ്. അബ്രഹാം പിന്നെ എന്ത് പറഞ്ഞു? 40 ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞില്ല, നശിപ്പിക്കത്തില്ല. അബ്രഹാം പിന്നെയും പറഞ്ഞു 30 ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞില്ല. അവസാനം അബ്രഹാം പറഞ്ഞു 20 ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞു ഞാൻ നശിപ്പിക്കത്തില്ല. അവസാനം അബ്രഹാം പറയാ, ഇനി ഞാൻ നിന്നോട് സംസാരിക്കത്തില്ല, 10 ഉണ്ടെങ്കിൽ ദൈവം എന്താ പറഞ്ഞേ? ദൈവം എന്താ പറഞ്ഞേ? ഞാൻ നശിപ്പിക്കത്തില്ല. അപ്പൊ സോദോം നശിച്ചെങ്കിൽ, ദൈവത്തിന്റെ ശിക്ഷാവിധികൾ വന്നെങ്കിൽ അതിന്റെ പിന്നിലത്തെ കാരണം എന്താ? അവിടെ 10 വിശ്വാസികൾ ആ പട്ടണത്തിൽ ഇല്ലായിരുന്നു. ഇനി ഒരു വിശ്വാസി പോലും ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റും? ഒരു വലിയ മൂപ്പൻ അവിടെയുണ്ട്, വർഷങ്ങളായിട്ട് അവിടെയുണ്ട്. ആരാ? വലഞ്ഞു പോയ മൂപ്പൻ, അല്ലേ?
നീതിമാനായി വലഞ്ഞുപോയൊരു മൂപ്പൻ കാലങ്ങളായിട്ട് വേർപാടുകാരനായിട്ട് അവിടെ വന്ന് താമസിക്കുക. ഈ സോദോമിൽ വന്ന് താമസിക്കുകയായിരുന്നു. പക്ഷേ ആ ലോത്തിന് തന്റെ വിശുദ്ധ ജീവിതം, തന്റെ നീതിയുള്ള ജീവിതം, തന്റെ ദൈവഭയം തന്റെ കുടുംബത്തിലേക്ക് പകരാൻ കഴിഞ്ഞില്ല. ആ പട്ടണത്തിന് ആരിലേക്കും പകരുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ നമ്മള് സോദോമിലെ ജനങ്ങളെ നോക്കി കുറ്റം പറയുമ്പോൾ ദൈവം അവർക്ക് വീണ്ടും ചാൻസ് കൊടുത്തു. 10 ബിലീവേഴ്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ദേശത്തെ എന്ത് ചെയ്യില്ലായിരുന്നു? നശിപ്പിക്കത്തില്ലായിരുന്നു. എന്നാൽ ലോത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു നീതിമാനായ മനുഷ്യൻ അവിടെ താമസിച്ചിട്ട് അവന്റെ വിശ്വാസത്തെ ആ ദേശത്തേക്ക്, ആ കുടുംബത്തിലേക്ക് പകരുവാൻ കഴിയാഞ്ഞതിന്റെ വലിയ പരിണിത ഫലമാണ് ദൈവം അവസാനമായി സോദോമിനെ നശിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഞാനിന്ന് രാത്രി എന്റെ വാക്കുകളെ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ എടക്കരയോടും നാം പാർക്കുന്ന ചുറ്റുപാടിനോടും നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒരു സംശയവുമില്ല കാര്യത്തിൽ. കർത്താവ് മുഖാന്തരമുള്ള രക്ഷയുടെ സുവിശേഷം ദൈവമക്കളായിരിക്കുന്ന നമ്മളെ ഏൽപ്പിച്ച് വർഷങ്ങളായി നാം ഇവിടെ പാർക്കുന്നു. എന്നാൽ ആ ഭക്തിയും ആ വിശുദ്ധ ജീവിതവും വേർപാടിന്റെ ഉപദേശവും നമുക്ക് എത്ര പേരിലേക്ക് പകരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? ചുറ്റുപാടിൽ നിന്ന് കുറച്ചിട്ട് ചുരുക്കീകരി ചിന്തിക്കാം. മിനിമം എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളിലേക്ക്, എന്റെ കൊച്ചുമക്കളിലേക്കെങ്കിലും പകർന്നു കൊടുക്കുവാൻ എനിക്കിടയായിട്ടുണ്ടോ? ദൈവസനെ നമ്മുടെ തലകളെ വളർത്താം. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സന്ദേശം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ മക്കളെ നീതിയും ന്യായവും പഠിപ്പിക്കണം. ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ നീ അവരെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലമുറകളെ നീ പഠിപ്പിക്കണം. നീയാണ് ഉത്തരവാദി, നീയാണ് ആ വീടിന്റെ നായകൻ. നീ ഒരു ആത്മീക അന്തരീക്ഷം ഉണ്ടാക്കി നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നിന്നോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ കേന്ദ്രീകരിച്ച്, ദൈവത്തെ മുൻനിർത്തി ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അബ്രഹാമിനത് വിശ്വസ്തയോടെ നിവർത്തിക്കാനായിട്ട് കഴിഞ്ഞു. അത് ഇസ്ഹാക്കിലേക്കും യാക്കോബിലേക്കും പകരുവാനായിട്ട് കഴിഞ്ഞതുകൊണ്ട് ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് വിളിക്കപ്പെടുവാനായിട്ട് ലജ്ജിച്ചിട്ടില്ല. പിന്നെ ആ വലിയ ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും കയ്യിലേക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടും ഭാരവും ദർശനവും എന്താണ്? നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കും നമ്മുടെ മക്കളുടെ മുമ്പാകെ, നമ്മുടെ ഭാര്യയുടെ മുമ്പാകെ, ഭർത്താവിന്റെ മുമ്പാകെ, നമ്മുടെ മക്കളുടെ മുമ്പാകെ, നമ്മുടെ കൊച്ചുമക്കളുടെ മുമ്പാകെ നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ്? നാം പാർക്കുന്ന ഇടങ്ങളിൽ, ചുറ്റുപാടുള്ള ജനങ്ങളുടെ നടുവിൽ ഈ വിശ്വാസത്തെ നമുക്ക് പകർന്നു നൽകുവാൻ കഴിയുന്ന ഒരു ജീവിത ശൈലി നാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കണക്ക് സൂക്ഷിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നാം കുറ്റവാളികളായി തീരാതെ ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ സമർപ്പിക്കുകയും വരുന്ന നാളുകളിൽ ദൈവത്തിന്റെ ദിവസങ്ങൾ അനുഗ്രഹീതമായ ഒരു കുടുംബം, ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബമായി രൂപപ്പെട്ട് ദേശത്തിന് നാം ഒരു അനുഗ്രഹമായി തീരുവാൻ, ദേശം നാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, ദേശത്തിന് നന്മയുണ്ടാകുവാൻ, ദേശത്തിന് വികസനം ഉണ്ടാകുവാൻ നമ്മുടെ ആത്മീയ ജീവിതം സഹായിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊന്ന് മടങ്ങിപ്പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ ഒരു നാമമായി തീർന്നു. Gracias.